എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. PR-ന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. 1 ലക്ഷം കൊടുത്തു, ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. ഇതെന്റെ ഒരു ശീലമാ. എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? എന്ത് പറ്റിയടാ? കൊടുത്തിട്ടുണ്ടെന്നല്ല, അതിനോട് ചോദിച്ച എമൗണ്ട്. മേടിച്ചരാന്ന് പറഞ്ഞു. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഞാൻ പറഞ്ഞു 50,000 പറഞ്ഞ വോട്ട് മേടിച്ചരാം ഞാൻ പറഞ്ഞു. അല്ല, PR-ന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ, അതൊക്കെ വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. 50,000 കൊടുത്ത PR വോട്ട് മേടിച്ചിരുന്നോ? ഇല്ലില്ല, അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത്. അതായത് ഓരോ PR പറയത്തില്ലേ, വോട്ടിന്റെ കാര്യമല്ല, സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.